യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. നിങ്ങൾ അതിന് എത്രത്തോളം വില കൽപ്പിക്കുന്നുണ്ടോ അതിന് 100 മടങ്ങ് വില ഞാൻ എന്റെ അച്ചമ്മയ്ക്ക് കൽപ്പിക്കുന്നുണ്ട്. എന്റെ കുടുംബം എനിക്ക് വലുതാണ്. എന്റെ സ്വപ്നങ്ങൾ വലുതാണ്. എന്റെ കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കും ഞാൻ എന്റെ ജീവനേക്കാൾ വില കൽപ്പിക്കുന്നുണ്ട്. ഇയാൾ എന്റെയും ചേട്ടായിയുടെയും അച്ഛമ്മയുടെയും പേരിൽ കേസ് കൊടുക്കുമല്ലേ? ഇയാൾ എന്റെ പേര് കേസ് കൊടുത്തോ, ചേട്ടായിയുടെ പേരിലും കേസ് കൊടുത്തോ? നോണോ ഇല്ലയോടാ തനിക്ക് അച്ഛമ്മയുടെ പേരിൽ പോയി കേസ് കൊടുക്കാൻ? എങ്കിൽ പിന്നെ പകരത്തിന് പകരം തന്നെ ആയാലോ. എന്റെ കൊച്ചുമോളെ കല്യാണം കഴിച്ച് ചതിച്ച് തെരുവിലാക്കിയിട്ട് താൻ വേറൊരുത്തിയെ കെട്ടി അവളുടെ കൂടെ താമസിക്കുകയാണെന്ന് പറഞ്ഞ് അച്ഛമ്മയെ കൊണ്ട് ഞാനൊരു കേസ് കൊടുപ്പിക്കട്ടെ. എന്തു പറയുന്നു കാർത്തിക്? അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് മറുപടി പറയോ, അതോ കോടതിയിൽ വെച്ച് കണ്ടോളാന്ന് പറയോ? അല്ലെങ്കിൽ തന്നെ താൻ എന്താ വന്ന് പറയാൻ പോന്നേ? എന്താടോ താൻ മിണ്ടാതെ നിൽക്കുന്ന? പറ, മറുപടി പറ. ഞാൻ അച്ഛമ്മയെ കൊണ്ട് കേസ് കൊടുപ്പിക്കണോ അതോ വേണ്ടയോ? സുന്ദരി, ഞാനൊന്ന് പറയട്ടെ. സുന്ദരിയോ? ഏത് സുന്ദരി? എന്റെ പേര് ശബ്ദിക്കാനുള്ള അവകാശം പോലും തനിക്കില്ല. ഇനി 1 മണിക്കൂർ സമയം ഞാൻ ഇയാൾക്ക് തരും. അതിനുള്ളിൽ ഞങ്ങൾ 3 പേരുടെയും പേരിൽ കൊടുത്തിരിക്കുന്ന കേസ് താൻ പിൻവലിച്ചില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ താൻ അഴി എണ്ണുന്ന കേസ് തിരിച്ചു വരും കാർത്തിക്. പറഞ്ഞത് കേട്ടല്ലോ. 1 മണിക്കൂർ സമയം. അതിനുള്ളിൽ താൻ കേസ് പിൻവലിച്ചിരിക്കണം. അല്ലെങ്കിൽ ഈ സുന്ദരി ആരാണെന്ന് താൻ കാണും. ഹലോ, കാർത്തി, ദ കോഫി. എന്തുപറ്റി കാർത്തി? എന്താ ഒരു ടെൻഷൻ? ഒന്നുമില്ല. ഒന്നുമില്ലാത്ത പിന്നെ കാര്യം പറ. കോഫി കുടിച്ചേ. എനിക്ക് വേണ്ട. നിന്റെ ഉള്ളിലെ ടെൻഷൻ എന്താണെന്ന് എനിക്കറിയാം. സുന്ദരയുടെയും വിനീതിന്റെ അച്ഛമ്മയുടെയും പേരിൽ കേസ് കൊടുത്തത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലേ? നിന്റെ ഉള്ളിൽ എന്തൊക്കെയോ സെന്റിമെന്റ്സ് വർക്കാവുന്നുണ്ട്. ഒരു ക്രിമിനൽ കേസ് വന്നാ സുന്ദരിയുടെ കളക്ടർ സ്വപ്നത്തെ അത് ബാധിക്കുമെന്നുള്ള പേടിയാണോ? അതോ അച്ഛമ്മയുടെ പേരിൽ കേസ് കൊടുത്തതിലുള്ള വിഷമോ? അതോ അല്ലെങ്കിൽ ഉറ്റ ചങ്ങാതിയെ സ്റ്റേഷനിൽ കയറ്റേണ്ടി വരുന്നതിന്റെ സങ്കടമായിരിക്കും അല്ലേ? അങ്ങനെയൊന്നുമില്ല. അങ്ങനെ തന്നെയാ. സുന്ദരയുടെ കുടുംബത്തിനോട് നിനക്കൊരു സോഫ്റ്റ് കോർണർ ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഒരു കാര്യം നീ മനസ്സിലാക്കണം. നീ ഇപ്പൊ കാണിക്കുന്ന ഈ അനുകമ്പയില്ലേ, അതൊരു അഡ്വാൻറ്റേജ് ആയ അവരെടുക്കുന്നത്. ആവശ്യമില്ലാതെ അവരുടെ പേരിൽ ടെൻഷൻ ആവാൻ നീ നിൽക്കണ്ട. ഞാൻ എന്ത് ചെയ്താലും അത് നിനക്ക് നല്ലതിന് വേണ്ടിയാണെന്ന് നീ ഓർത്തോ. കുറച്ചുകൂടി വ്യക്തമായിട്ട് വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. നീ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു പെണ്ണല്ല സുന്ദരി. അവളുടെ മനസ്സിലിരിപ്പ് എനിക്ക് നന്നായിട്ട് അറിയാം. ഒറ്റ ലക്ഷ്യം അവൾക്കുള്ളൂ, എങ്ങനെയും നമ്മളെ തമ്മിൽ പിരിക്കണം. അതിനു വേണ്ടിയാ അവൾ പല തന്ത്രങ്ങളും കാണിക്കുന്നത്. നോക്ക് കാർത്തി, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും നിന്നെ എനിക്ക് നഷ്ടപ്പെടുത്താനാവില്ല. നിന്നെ ഒരാളെ സങ്കടപ്പെടുത്തിയ അത് കണ്ടു നിൽക്കാനും എനിക്കാവില്ല. സുന്ദരി നീ പരിചയപ്പെടുന്നത് ഞാൻ വഴിയാ. അവളിപ്പോ നമ്മളെ തമ്മിൽ അകറ്റാൻ നോക്കിയാ അതങ്ങനെ വിട്ടുകൊടുക്കുന്നത് ശരിയല്ലല്ലോ.
ഇക്കാര്യത്തെ ഞാൻ എന്ത് ചെയ്താലും നീ എന്റെ ഒപ്പം നിന്നെ പറ്റൂ. വേറൊന്നും ആലോചിക്കണ്ട കാർത്തി. അറിയാലോ, അമ്മ ഇപ്പൊ അവളുടെ പക്ഷത്താ. എനിക്കൊപ്പം നിൽക്കാൻ നീ മാത്രമേ ഉള്ളൂ. പ്ലീസ്, ഒരിക്കലും നീ ഇക്കാര്യത്തിൽ എനിക്കെതിരെ നിൽക്കരുത്. എന്റെ കൺമുന്നിൽ വെച്ച അവരെ നിന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചത് അതെനിക്ക് പൊറുക്കാനാവില്ല. എന്റെ മുന്നിൽ വെച്ച നിന്നെ തല്ലിയത് അത് ഞാൻ ക്ഷമിച്ചു കൊടുക്കുകയില്ല. നോക്കിക്കോ, ഇനി ഒരൊറ്റ മണിക്കൂർ സമയം, അതിനുള്ളിൽ എല്ലാത്തിനും അറസ്റ്റ് ചെയ്തിരിക്കും. അതെന്റെ വാശിയാ, എന്റെ വാശിയാ കാർത്തി. നീ എന്റെ കൂടെ നിൽക്കില്ലേ? അപ്പ ആ വിഷയം വിട്ടേക്ക്. കോഫി തണുത്ത് കാണും, ഞാൻ വേറെ എടുത്തിട്ട് വരാം. ആന്റി, എനിക്കൊരു ഹെൽപ്പ് ചെയ്ത് തരണം. ഹെൽപ്പോ? ഞാനോ? നിനക്കോ? കാര്യം എന്താണെന്ന് പറ. സുന്ദരി വിളിച്ചിരുന്നു. വിളിച്ചത് വൈഗ കൊടുത്തിരിക്കുന്ന കേസ് പിൻവലിക്കണമെന്ന് പറയാനാ. ഒരേ ഒരു മണിക്കൂർ സമയമാണ് സുന്ദരി തന്നിരിക്കുന്നത്. അതിനുള്ളിൽ കേസ് പിൻവലിച്ചില്ലെങ്കിൽ സുന്ദരി എന്തെങ്കിലുമൊക്കെ ചെയ്യും, അത് ഉറപ്പാ. കേസ് കൊടുത്തത് ഞാനല്ലല്ലോ, പിന്നെ ഞാനെന്താ ചെയ്യേണ്ടത്? വൈഗയുടെ സ്വഭാവം ആന്റിക്ക് അറിയാലോ. ആ കേസിനെ കുറിച്ച് എന്നോടൊന്ന് സംസാരിക്കാൻ പോലും അവള് കൂട്ടാക്കുന്നില്ല. ഞാൻ പറഞ്ഞ വൈഗ കേൾക്കുകയില്ല. ആന്റി ഇടപെട്ട് സ്റ്റേഷനിലെങ്ങാനും വിളിച്ച് പറഞ്ഞ് ആ കേസ് ഒന്ന് പിൻവലിപ്പിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ആ സുന്ദരി ഇതിന് പ്രതികാരം ചെയ്യും, എന്നെ കൊടുക്കും. അത് വൈഗയുടെ ഹെൽത്തിനെയും ബാധിക്കും. ചില നേരങ്ങളിൽ എനിക്കൊരു കുഴപ്പമുണ്ട്, പെട്ടെന്ന് ഞാനങ്ങ് മണ്ടിയായി കളയും. ഇപ്പോഴും അത് സംഭവിച്ചു. ബുദ്ധിയില്ലാത്തവളെ പോലെ ചിന്തിച്ചിട്ട് നിനക്കെന്തോ മനുഷ്യത്വം ഉണ്ടായിപ്പോയെന്ന് ഞാനങ്ങ് കരുതി. പാവം സുന്ദരിയെ പോലീസ് സ്റ്റേഷനിൽ കയറ്റാൻ മടിച്ചിട്ടാണെന്നോ, വയസ്സായ അച്ചമ്മയ്ക്ക് ഈ പ്രായത്തിൽ അങ്ങനെ ഒരു ഗതികേട് ഉണ്ടാവരുതെന്ന് കരുതിയാണെന്നോ, ഇത്രയും കാലം തോളിൽ കൈയിട്ട് നടന്ന വിനീതിനെ പോലീസ് സ്റ്റേഷനിൽ കയറ്റരുതെന്നൊക്കെ തോന്നിയിട്ടാണോന്ന് ഞാൻ വിചാരിച്ചു. അവര് ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്ന് കരുതി കേസ് പിൻവലിച്ച് ഒരു സഹായം ചെയ്തു കൊടുക്കാമെന്ന് നീ ചിന്തിക്കുമെന്നും കരുതിയ ഞാനാണ് പൊട്ടി. സുന്ദരി 1 മണിക്കൂർ സമയം തന്നും വരട്ടെന്ന് പറയാൻ നാണമില്ലേ നിനക്ക്? ഉളുപ്പ് തോന്നുന്നില്ലേ? സുന്ദരി ഇപ്പം നിന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ അവരുടെ അറസ്റ്റിനെ കുറിച്ചോ അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ചോ നീ ചിന്തിക്കുക പോലും ചെയ്യില്ലായിരുന്നു. കണ്ണും പൂട്ടി ഇരുന്നേനെ. അവള് ജയിലിൽ പോയാലെന്ത്, ശിക്ഷിക്കപ്പെട്ടാലെന്ത്? അത് മാത്രമല്ല,
അവളുടെ IAS പോയാൽ എന്ത് നിനക്ക്? നീ കണ്ണും പൂട്ടി കൈയും കെട്ടി ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്നും പറഞ്ഞിരുന്നേനെ.